ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലുള്ള 2000 വർഷം പഴക്കമുള്ള ഒരു ജൈൻ ക്ഷേത്രത്തിലാണ്. കർണാടകയിൽ നിന്ന് വന്ന ജൈനരാണ് ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ പണിതത്. 2000 വർഷം മുമ്പ് അവർ ഈ സ്ഥലത്തിനെ ഹന്നരു ബീഡികെ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ജൈന ക്ഷേത്രത്തിനടുത്തുള്ള പുരാതന ഗണേശ ക്ഷേത്രത്തിന്റെ പേരിൽ ഈ പട്ടണത്തിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. പിന്നീട് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും പടയോട്ടക്കാലത്ത് അവർ ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിക്കാനുള്ള ആയുധപ്പുരയാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഗണപതി വട്ടം എന്ന സ്ഥലം പിന്നീട് സുൽത്താൻ ബത്തേരിയായിട്ട് മാറിയത്. പോർച്ചുഗീസുകാരാണ് ഈ പട്ടണത്തിന്റെ പേര് സുൽത്താൻ ബാറ്ററിയാക്കി മാറ്റിയത്, അതായത് സുൽത്താന്റെ ആയുധപ്പുര. സുൽത്താൻ ബാറ്ററി ലോപിച്ചാണ് പിന്നീട് സുൽത്താൻ ബത്തേരിയായത്. കരിങ്കല്ലിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. തെക്ക് വടക്ക് ദിശയിലാണ് ഇതിന്റെ മുഖമിരിക്കുന്നത്. ജൈനക്ഷേത്രങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണിത്. ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും. ഇപ്പോൾ ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. കൊത്തുപണികളൊക്കെ ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിഷ്ണുകുടി ദിഗംബർ ജൈൻ ടെമ്പിൾ ബസദിയിൽ കണ്ട അതേപോലുള്ള പില്ലേഴ്സ് ആണ് ഇതിനുമുള്ളത്. ഇവിടെയും മനോഹരമായ കൊത്തുപണികൾ കാണാൻ പറ്റും. ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അകത്തും പില്ലേഴ്സ് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിനകത്ത് വാതിലുകളില്ലാത്ത ഒരു നിലവറയുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനകത്ത് പ്രവേശിക്കാൻ ഒരു പസിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പില്ലറിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇത് തലയിൽ നിന്ന് വാലിലേക്ക് പിടഞ്ഞു കിടക്കുന്ന ഒരു പാമ്പിന്റെ പിക്ചറാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യാൻ പറ്റിയാൽ ആ റൂമിലേക്കും കയറാൻ പറ്റുള്ളൂ എന്നാണ്. ഇതിന്റെ റൂഫിന്റെ സൈഡിലായി മഴപ്പാത്തികൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണിത്. ഇതൊരു ആട്ടുകല്ലാണ്. തറയുടെ അടിയിലേക്കാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പർപ്പസ് എന്നറിയില്ല. ഐ തിങ്ക് ചന്ദനം അരക്കാനാണെന്ന് തോന്നുന്നു. ഇത് ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള ഒരു ഡോറാണ്. ഇതിനകത്തുകൂടി നോക്കുമ്പോഴാണ് ഇതിന്റെ ഉൾഭാഗം കാണുന്നത്. ഇത് നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കണ്ട ശ്രീകോവിലിന്റെ ഭാഗമാണ്. അതിന്റെ സൈഡിലായിട്ടാണ് ഈ ഡോർ ഇരിക്കുന്നത്.
ഈ കാണുന്നത് ക്ഷേത്ര കിണറാണ്. പൊതുവെ കേരളത്തിലെ കിണറുകൾ വൃത്താകൃതിയിലാണെങ്കിൽ ഇവിടെ ചതുരാകൃതിയിലാണ് പണിതിട്ടുള്ളത്. അതേപോലെ കരിങ്കൽ കൊണ്ടാണ് ഇതിൻ്റെ ആഘോഷം കെട്ടിയിരിക്കുന്നതും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.